Dear students, in the last class we have studied about ideal gas equation and some related topics. In this section we studied about kinetic molecular theory of gases. Some important postulates of kinetic molecular theory are: every gas contains large number of minute and elastic particles. The actual volume of the molecule is negligible compared to the total volume of the gas. There is no force of attraction between gas particles. The particles of the gas are in constant and random motion in straight line. During this motion, they collide with each other and also with the walls of the container. The pressure of the gas is due to wall collisions of the particle. All collisions are perfectly elastic, that is, the total energy of particle before and after collisions remains the same. At any particular time, different particles of gas have different speed and hence different kinetic energy. The average kinetic energy of the gas molecule is directly proportional to the absolute temperature. Okay, discussed in detail. Gas molecule consists of large number of identical particles. In your textbook, ഗ്യാസ് മോളിക്യൂൾസിനെ കുറിച്ച് നമുക്കറിയാം. ഒരു കണ്ടെയ്നറിൽ നമ്മൾ ഗ്യാസ് മോളിക്യൂൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒഴുകിപ്പോലും, ഇപ്പോൾ ഓക്സിജൻ ഗ്യാസാണ് നമ്മൾ എടുത്തിരിക്കുന്നതെങ്കിൽ ഓക്സിജൻ ആറ്റങ്ങൾ ധാരാളം ഇതിനകത്തിലുണ്ടാവും അല്ലേ. അപ്പോൾ ഗ്യാസസ് കൺസിസ്റ്റ് ഓഫ് ലാർജ് നമ്പർ ഓഫ് ഐഡൻറ്റിക്കൽ പാർട്ടിക്കിൾസ് ആൻഡ് ദേ ആർ സോ സ്മോൾ. അതുകൊണ്ട് തന്നെ so far apart on the average, and the actual volume of the molecule is negligible in comparison to the empty space between. ഇപ്പം നമ്മളിപ്പോൾ ഓക്സിജൻ ഗ്യാസ് നമ്മളുടെ എയറിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ എയറിലെല്ലാം ഓക്സിജൻ ഗ്യാസ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒരു മോളിക്യൂളിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത് ആ മൊത്തം ഏരിയയുടെ വ്യാപ്തത്തിനെ അനുസരിച്ച് നോക്കുമ്പോൾ വളരെ ചെറുതാണ്. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, വാതകം സ്പ്രെഡ് ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ ഒരു മോളിക്യൂളിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് മൊത്തത്തിൽ വാതകം സ്പ്രെഡ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഗ്യാസ് സ്പ്രെഡ് ചെയ്തിരിക്കുന്ന ഏരിയയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു വാതകത്തിൻ്റെ തന്മാത്രയുടെ ഭാരമെന്ന് അല്ലെങ്കിൽ സ്പേസ് എന്ന് പറയാൻ വളരെ ചെറുതായിരിക്കും. അതാണ് അവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ദ ആക്ച്വൽ വോളിയം ഓഫ് ദ മോളിക്യൂൾ ഈസ് നെഗ്ലിജിബിൾ ഇൻ കമ്പാരിസൺ ടു ദി എംപ്റ്റി സ്പേസ് ബിറ്റ്വീൻ ദം. They are considered as point masses. This assumption explains against compressibility of the gases. അപ്പോൾ അതുകൊണ്ട് ഇത് എന്താണ്, ഇതിനിടയ്ക്ക് എന്താണ്, ഒരുപാട് സ്പേസ് ഉണ്ട്. ഈ മോളിക്യൂൾസിൻ്റെ ഇടയ്ക്ക് എന്തുണ്ട്, ഒരുപാട് സ്പേസ് ഉണ്ട്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ഈ മോളിക്യൂളിനെ, വാതകത്തിനെ, ഗ്യാസിനെ നമുക്ക് ഗ്രേറ്റ് കംപ്രസിബിലിറ്റിയാണ്. എന്താണ്, കംപ്രസിബിലിറ്റി എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അതായത് വാതകത്തിന്, ഗ്യാസിനെ നമുക്ക് പ്രഷർ കൊടുത്ത് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും, ഒരു ചെറിയ സ്പേസിലേക്ക് നമുക്കതിനെ ചുരുക്കി കംപ്രസ് ചെയ്യാനായിട്ട് സാധിക്കും, അതിലേക്ക് ചുരുക്കിയെടുക്കാനായിട്ട് സാധിക്കും. ദർ ഈസ് നോ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദി പാർട്ടിക്കിൾസ് ഓഫ് ഗ്യാസ് അറ്റ് ഓർഡിനറി ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അതേപോലെ വേറൊരു എക്സ്പ്ലനേഷനാണ്, there is no force of attraction between the particles of gas at ordinary temperature and pressure. സാധാരണ ഊഷ്മാവിൽ, സാധാരണ പ്രഷറിലും മോളിക്യൂൾസ് തമ്മിൽ, ഗ്യാസ് മോളിക്യൂൾസ് തമ്മിൽ അട്രാക്ഷൻ വളരെ കുറവായിരിക്കും. അട്രാക്ഷനേ ഇല്ല എന്ന് നമുക്ക് പറയാം. അതുകൊണ്ടാണല്ലോ അവരിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നത്. ദ സപ്പോർട്ട് ഫോർ ദിസ് അസംഷൻ കംസ് ഫ്രം ദ ഫാക്ട് ദാറ്റ് ഗ്യാസസ് എക്സ്പാൻഡ് ആൻഡ് ഒക്കുപ്പൈ ഓൾ ദ സ്പേസ് അവൈലബിൾ ടു ദം. ഈ ഒരു പോസ്റ്റ്ലേറ്റിൽ നിന്നും, ഈ ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും? ഗ്യാസസ് എന്ത് ചെയ്യുന്നു, എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നു. ആൻഡ് ഒക്കുപ്പൈ ഓൾ ദ സ്പേസസ് അവൈലബിൾ ടു ദം. അവർക്ക് ആവശ്യമായ സ്ഥലത്ത് മുഴുവൻ എന്ത് ചെയ്യുന്നു, ഗ്യാസസ് ഇങ്ങനെ വ്യാപിച്ചിരിക്കുന്നു എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അടുത്തൊരു പോയിൻ്റാണ്, പാർട്ടിക്കിൾസ് ഓഫ് ഗ്യാസ് ആർ ഓൾവേസ് ഇൻ കോൺസ്റ്റൻറ്റ് റാൻഡം മോഷൻ. അപ്പോൾ ഈ മോളിക്യൂൾസ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, ഗ്യാസ് മോളിക്യൂൾസ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ ഇവിടുന്ന് ഒരു മോളിക്യൂൾ, അടുത്ത മോളിക്യൂൾ, ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലേക്ക് ഇത് എന്ത് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് റാൻഡമായിട്ട്. അതായത് ഒരു പർട്ടിക്കുലർ സ്ഥലത്തേക്ക് മാത്രമല്ല, പല സ്ഥലങ്ങളിലേക്ക് ഇങ്ങോട്ട് പോകുന്നു, ആ പാർട്ടിക്കിൾ ഇങ്ങോട്ട് പോകുന്നു, പിന്നെ അത് ഇങ്ങോട്ട് പോകുന്നു, പിന്നെ അത് ഇങ്ങനെ പോകുന്നു, ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലേക്ക് ഈ മോളിക്യൂൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മൂവ്
മൂവ് ചെയ്തിരിക്കുകയാണ്. ഇഫ് ദ പാർട്ടിക്കിൾസ് വെയർ അറ്റ് റെസ്റ്റ് ആൻഡ് ഓക്കുപ്പൈഡ് ഫിക്സഡ് പൊസിഷൻ ദെൻ ദ ഗ്യാസ് വുഡ് ഹാവ് ഫിക്സ്ഡ് ഷേപ്പ്. അതേസമയം ഈ പാർട്ടിക്കിൾസ് എന്താണ് ഒരു ഫിക്സഡ് പൊസിഷനിലേക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ആ പാർട്ടിക്കിൾ അല്ലെങ്കിൽ ആ ഗ്യാസിന് എന്തൊരു ഫിക്സഡ് ഷേപ്പ് കിട്ടും. പക്ഷേ അങ്ങനെ ഒരു സംഭവം നമ്മൾ ഇതുവരെ നമുക്കറിയത്തില്ല. വാതകത്തിന് ഫിക്സഡ് ഷേപ്പില്ല. Particles of a gas move in all possible directions in straight lines. അപ്പോൾ ഈ ഗ്യാസ് മോളിക്യൂൾസ് എങ്ങനെയാണ്, ഇപ്പം ഇവിടെ ഒരു ഗ്യാസ് ഉണ്ടെങ്കിൽ മോളിക്യൂൾ ഉണ്ടെങ്കിൽ ഇത് ഇങ്ങോട്ടേക്ക് ഇവിടെ വരെ മൂവ് ചെയ്യുന്നു, ഇവിടെ വന്ന് ഇവിടെ ഇരിക്കുന്ന പാർട്ടിക്കിളിനെ തട്ടുന്നു, വീണ്ടും ആ പാർട്ടിക്കിൾ എന്ത് ചെയ്യുന്നു അടുത്ത സ്ഥലത്തേക്ക് ഇവിടെ ഇരിക്കുന്ന പാർട്ടിക്കിളിൽ വന്ന് തട്ടുന്നു, വീണ്ടും അതിങ്ങനെ പോകുന്നു. അങ്ങനെ അത് ഒരു സ്ട്രെയിറ്റ് ലൈനിലാണ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത് എന്നാണ് നമ്മളോട് പറയുന്നത്. ഡ്യൂറിങ് ദെയർ റാൻഡം മോഷൻ ദേ കൊളൈഡ് വിത്ത് ഈച്ച് അതർ. അപ്പോൾ ഈ പാർട്ടിക്കിൾസ് തമ്മിൽ എന്ത് ചെയ്തിരുന്നു, ഇവിടെ ഇവിടെ എല്ലാം മോളിക്യൂൾസ് ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് ഇങ്ങോട്ട് വന്ന് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഇവിടെ വന്ന് പതിക്കും, വീണ്ടും അതേ തട്ടി വീണ്ടും അത് വേറെ സ്ഥലത്തേക്ക് മൂവ് ചെയ്യുമ്പോൾ അടുത്ത മോളിക്യൂളിൽ ചെന്ന് തട്ടുന്നു, വീണ്ടും അത് മൂവ് ചെയ്യുമ്പോൾ അടുത്ത മോളിക്യൂളിൽ ചെന്ന്, അങ്ങനെ ഇത് റാൻഡം മോഷനിൽ മൂവ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് തൊട്ടടുത്ത പാർട്ടിക്കിളിൽ പോയി തട്ടുന്നു. അതുപോലെ തന്നെ വോൾസ് ഓഫ് ദ കണ്ടെയ്നർ. അങ്ങനെ തട്ടുന്നതിൻ്റെ ഫലമായിട്ട് അവിടെ എന്തുണ്ടാകുന്നു, ഒരു പ്രഷർ ഡെവലപ്പ് ചെയ്യുന്നു, ഒരു മർദ്ദം അവിടെ ഉണ്ടാകുന്നു. പ്രഷർ എക്സേർട്ടഡ് ബൈ ദ ഗ്യാസ് ആസ് എ റിസൾട്ട് ഓഫ് കൊളീഷൻ എന്ന് പറയാൻ കൂട്ടിയിടിക്കുക എന്നാണ്, ഓഫ് ദ പാർട്ടിക്കിൾ വിത്ത് ദി വോൾസ് ഓഫ് ദ കണ്ടെയ്നർ. അപ്പോൾ ഈ വോൾസിൽ വന്ന് തട്ടുമ്പോൾ എന്താ, വോൾസിൽ എന്ത് ചെയ്യുന്ന ഒരു പ്രഷർ, ഒരു മർദ്ദം ഉണ്ടാകുന്നു. കൊളീഷൻസ് ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ആർ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്. ഗ്യാസ് മോളിക്യൂൾസിൻ്റെ കൊളീഷൻസ് എല്ലാം എന്താണ്, പെർഫെക്റ്റ് ഇലാസ്റ്റിക് ആണ്. ഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വലിച്ചു വിട്ടിട്ട് അങ്ങനെ പോകുന്നതിനെയാണ് ഇലാസ്റ്റിക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഗ്യാസ് മോളിക്യൂൾസിൻ്റെ കൊളീഷൻസ് എന്താണ്, ഇലാസ്റ്റിക് ആണ്. ഒന്നിൽ ചെന്ന് തട്ടി അടുത്തതിലേക്ക് ചെന്ന് തട്ടുന്നു, ഇവിടെ ചെന്ന് തട്ടിയാൽ അടുത്തതിലേക്ക് പോകുന്നു, പിന്നെ ഇങ്ങോട്ട് വരുന്നു, അങ്ങനെ ഇങ്ങനെ എന്താണ്, ഇലാസ്റ്റിക് മോഷനാണ് അതിനുള്ളത്. ദിസ് മീൻസ് ദാറ്റ് ടോട്ടൽ എനർജി ഓഫ് ദ മോളിക്യൂൾ ബിഫോർ ആൻഡ് ആഫ്റ്റർ കൊളീഷൻ റിമെയിൻസ് സെയിം. അതിൻ്റെ നമുക്ക് അർത്ഥമാക്കുന്നത് എന്താ, ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എപ്പോഴും കൊളീഷൻ നടക്കുന്നതിന് മുൻപും സെയിം ആയിരിക്കും. There may be exchange of energy between colliding molecules. Their individual energies may change, but the sum of their energies remains constant. If there were loss of kinetic energy, motion of molecules will stop and gases will settle down. ദിസ് കോൺട്രറി ടു വാട്ട് ഈസ് ആക്ച്വലി അബ്സർഡ്. അപ്പോൾ എന്താണ്, മോഷൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇതിൻ്റെ എനർജി കുറയുകയാണെങ്കിൽ മോഷൻ സ്റ്റോപ്പ് ചെയ്യും, ഗ്യാസസ് സെറ്റിൽ ചെയ്യും. അറ്റ് എനി പർട്ടിക്കുലർ ടൈം ഡിഫറെൻറ്റ് പാർട്ടിക്കിൾസ് ഇൻ ദ ഗ്യാസ് ഹാവ് ഡിഫറെൻറ്റ് സ്പീഡ്സ്. ഓരോ പാർട്ടിക്കിളിനും, ഒരു ഗ്യാസ് മോളിക്യൂളിലുള്ള എല്ലാ മോളിക്യൂൾസിനും ഒരേ സ്പീഡായിരിക്കത്തില്ല, ഓരോന്നിനും ഓരോ പർട്ടിക്കുലർ സ്പീഡായിരിക്കും. അപ്പോൾ അതുകൊണ്ട് കൈനറ്റിക് എനർജി ഓരോരുത്തർക്കും വ്യത്യാസമായിരിക്കും. അപ്പോൾ ആ ഗ്യാസിൻ്റെ സ്പീഡ് നമ്മൾ പറയണമെങ്കിൽ ആവറേജ് കൈനറ്റിക് എനർജിയിലാണ് പറയുന്നത്. അതായത് പല സ്പീഡ്, ഇപ്പോൾ ഒരു മോളിക്യൂള് നമുക്കറിയാം, ഇവിടെ ഇരിക്കുന്ന ഒരു മോളിക്യൂള്, ഇവിടെ എല്ലാം മോളിക്യൂൾസ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ മോളിക്യൂൾ ഇവിടെ ഇവനെ വന്ന് തട്ടിയിട്ട് അടുത്തടുത്തേക്ക് തെറിച്ച് പോകുമ്പോൾ എനർജി വീണ്ടും കുറയും, വീണ്ടും ഇവിടെ വന്ന് തട്ടിയിട്ട് അടുത്തടുത്തേക്ക് തെറിച്ച് പോകുമ്പോൾ എന്ത് ചെയ്യും, അപ്പോൾ ഒരു മോളിക്യൂളിൻ്റെ എനർജി പല സ്ഥലങ്ങളിൽ വരുമ്പോൾ എനർജി എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, വേരി ചെയ്ത്. അപ്പോൾ ഈ ഒരു മോളിക്യൂളിൻ്റെ എനർജി കാണണമെങ്കിൽ നമ്മൾ അതിൻ്റെ എന്ത് കണ്ടുപിടിച്ചാൽ മതി, ആവറേജ് കൈനറ്റിക് എനർജി കണ്ടുപിടിക്കണം. ആവറേജ് കൈനറ്റിക് എനർജി എപ്പോഴും എന്തിന് പ്രപ്പോർഷനിലായിരിക്കും, പിന്നെ നമ്മളുടെ ടെമ്പറേച്ചറിന് പ്രപ്പോർഷനിലായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ആ അസംഷനകത്തിൽ. പിന്നെ ഒരു പോയിൻറ്റും കൂടിയുണ്ട്. ഇഫ് എ മോളിക്യൂൾ ഹാസ് വേരിയബിൾ സ്പീഡ് ദെൻ, നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ദെൻ ഇറ്റ് മസ്റ്റ് ഹാവ് എ വേരിയബിൾ കൈനറ്റിക് എനർജി. അണ്ടർ ദീസ് സർക്കംസ്റ്റൻസസ് വി ക്യാൻ ടോക്ക് ഓൺലി അബൌട്ട് ആവറേജ് കൈനറ്റിക് എനർജി. ഇൻ കൈനറ്റിക് എനർജി ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് ദ ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് ദ ഗ്യാസ് മോളിക്യൂൾ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. അതായത് കൈനറ്റിക് എനർജി ആരെ ആശ്രയിച്ചിരിക്കും, ടെമ്പറേച്ചറിനെ ആശ്രയിച്ചിരിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ നമ്മളിതിനെ നേരത്തെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളിലേക്ക് വരുന്നതാണ്. ഇനി അടുത്തത് നെക്സ്റ്റ് ടോപ്പിക്ക്, ഡീവിയേഷൻ ഫ്രം റിയൽ ഗ്യാസസ് ഫ്രം ഐഡിയൽ ബിഹേവിയർ. എന്താണ് ഐഡിയൽ ഗ്യാസ്? വാട്ട് ഈസ് ആൻ ഐഡിയൽ ഗ്യാസ്? ഇതിൻ്റെ നോട്ട്സ് വളരെ കുറച്ചാണ് തന്നിരിക്കുന്നത്, അത്യാവശ്യത്തിനുള്ള നോട്ട്സാണ് തന്നിരിക്കുന്നതെങ്കിലും വിശദമായിട്ട് പറയുന്നുണ്ട്. എന്താണ് ഐഡിയൽ ഗ്യാസ്? എ ഗ്യാസ് വിച്ച് ഒബേസ് ദ ജനറൽ ഗ്യാസ് ഇക്വേഷൻ PV = nRT. നമ്മൾ PV = nRT എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ പഠിച്ചിരുന്നു. ഇത് ഏത് ഇക്വേഷൻസിൽ നിന്നൊക്കെ വന്നതാണ്? ബോയിൽസ് ലോ, ചാൾസ് ലോ, പിന്നെ ഏതാണ്, അവഗാഡ്രോ ലോ. ഈ 3 ലോയിൽ നിന്നാണ് PV = nRT എന്ന് പറയുന്നത് വന്നത്. അപ്പോൾ ഒരു ഗ്യാസ്
PV=nRT എന്ന് പറയുന്ന ഗ്യാസ്, അതായത് ഈ 3 ലോയും ഒന്നിച്ച് എല്ലാ ടെമ്പറേച്ചറിലും പ്രഷറിലും ഒബേ ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഐഡിയൽ ഗ്യാസ്. പക്ഷേ ഇതെന്ന് പറയുന്നത് ഒരു എന്താണ് തിയററ്റിക്കൽ കൺസെപ്റ്റ്, അതല്ലെങ്കിൽ ഒരു ഹൈപ്പോത്തറ്റിക്കൽ കൺസെപ്റ്റാണ് ഐഡിയൽ ഗ്യാസ് എന്ന് പറയുന്നത്. ബട്ട് ദർ ഈസ് നോ ഗ്യാസ് വിച്ച് ഒബേസ് ദ ഗ്യാസ് ഇക്വേഷൻ അണ്ടർ ഓൾ കണ്ടീഷൻസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. പക്ഷേ എല്ലാ ഗ്യാസുകളും അല്ലെങ്കിൽ ഒരു ഗ്യാസും എല്ലാ ടെമ്പറേച്ചറിലും പ്രഷറിലും ഈ ഗ്യാസ് ഇക്വേഷൻ ഒബേ ചെയ്യുകയില്ല. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒബേ ചെയ്യാത്ത ഗ്യാസിനെ, അതായത് ഐഡിയൽ ഗ്യാസ് അല്ലാത്ത ഗ്യാസിനെ നമ്മൾ പറയുന്ന പേരാണ് റിയൽ ഗ്യാസസ്. അപ്പോൾ എന്താണ് റിയൽ ഗ്യാസസ്? റിയൽ ഗ്യാസസ് ഓർ ആക്ച്വൽ ഗ്യാസസ് വിച്ച് ഷോ ഐഡിയൽ ബിഹേവിയർ only at low temperature and low pressure and high temperature. ഇപ്പോൾ വേറൊരു ഗ്യാസാണ് എന്ത്? റിയൽ ഗ്യാസ്. ഇപ്പോൾ റിയൽ ഗ്യാസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നേച്ചറിൽ കാണപ്പെടുന്ന എല്ലാ ഗ്യാസസും എന്ത് തന്നെയാണ്? റിയൽ ഗ്യാസസ് ആണ്. ഫോർ എക്സാമ്പിൾ നൈട്രജൻ, ഓക്സിജൻ, കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്, ഹീലിയം, ഇതെല്ലാം എന്താണ്? റിയൽ ഗ്യാസസ് ആണ്. ഇവരെല്ലാം റിയൽ ഗ്യാസസ് ആണ്. അതേസമയം ഇവർ ഒന്നും ഐഡിയൽ ഗ്യാസ് അല്ല. പിന്നെ ഇവരെപ്പോഴാണ് ഐഡിയൽ ഗ്യാസ് ആവുന്നത്? ലോ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലുമാണ് ഇവരെന്തായിട്ട് മാറുന്നത്? ഐഡിയൽ ഗ്യാസ് ആയിട്ട് മാറുന്നത്. എന്താണ് ലോ പ്രഷറിലുള്ള പ്രത്യേകത? എന്താണ് ലോ പ്രഷറിലുള്ള പ്രത്യേകത? ലോ പ്രഷറിൽ നമുക്കറിയാം പ്രഷർ വളരെ കുറവാണ്. അതുപോലെ ടെമ്പറേച്ചർ ഹൈ ആവുമ്പോൾ ഗ്യാസസ് എന്ത് ചെയ്യുന്നു? എക്സ്പാൻഡ് ചെയ്യുന്നു. ഗ്യാസസ് എന്താ ചെയ്യുന്നത്? എക്സ്പാൻഡ് ചെയ്യുന്നു. അതായത് ഗ്യാസ് മോളിക്യൂൾസ് തമ്മിൽ യാതൊരു അട്രാക്ഷനും ഇല്ലാതെ ഇത് എന്ത് ചെയ്യുന്നു? എക്സ്പാൻഡ് ചെയ്ത് പോകുന്നു. അതാണ് ഐഡിയൽ ഗ്യാസ് എന്ന് പറയുന്നത്. ഐഡിയൽ ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഗ്യാസ് മോളിക്യൂൾസ് തമ്മിൽ അട്രാക്ഷൻ ഇല്ല. ദർ ഈസ് നോ ഇൻ്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ഗ്യാസ് മോളിക്യൂൾസ്. ഐഡിയൽ ഗ്യാസിൻ്റെ പ്രത്യേകത അതാണ്. ഇൻ്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇല്ല. അതേപോലെ തന്നെ ഗ്യാസ് മോളിക്യൂളിൻ്റെ വോളിയം വളരെ നെഗ്ലിജിബിളാണ്. അതാണ് ഐഡിയൽ ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഐഡിയൽ ഗ്യാസസ് ഇല്ല എന്നാണ് ശരിക്കും പറയുന്നത്. അങ്ങനെ ഐഡിയൽ ഗ്യാസസ് എന്ന് പറയുന്ന ഒരു ഹൈപ്പോത്തറ്റിക്കൽ ഒരു അസംഷൻ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അപ്പോൾ ഗ്യാസസ് എല്ലാം അപ്പോൾ എന്തായിരിക്കും? റിയൽ ഗ്യാസസ് ആയിരിക്കും. അപ്പോൾ ഈ റിയൽ ഗ്യാസസ് എപ്പോഴാണ് ഐഡിയൽ ഗ്യാസ് ആവുന്നത്? എപ്പോഴാണ്? ലോ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലുമാണ്. അതായത് ലോ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചർ. അപ്പം നമുക്കറിയാം ലോ പ്രഷറിൽ ഹൈ ടെമ്പറേച്ചറിൽ ഐഡിയൽ ഗ്യാസ് ആകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ടെമ്പറേച്ചർ ആകുമ്പോൾ ഗ്യാസസ് എന്ത് ചെയ്യും? എക്സ്പാൻഡ് ചെയ്തിങ്ങനെ പോകും. അതുപോലെ തന്നെ ഗ്യാസ് മോളിക്യൂളുകൾ തമ്മിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ഇല്ല, വോളിയം കുറയും. അതാണ് റിയൽ ഗ്യാസസ് ഐഡിയൽ ഗ്യാസായിട്ട് മാറുന്ന സമയം പോയിൻ്റ്. ലോ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലും ഐഡിയൽ ഗ്യാസായിട്ട് മാറുന്ന കണ്ടീഷൻ അതാണ്. പക്ഷേ എല്ലാ ഗ്യാസസും എന്ത് തന്നെയാണ്? റിയൽ ഗ്യാസാണ്. പക്ഷേ എപ്പോഴാണ് റിയൽ ഗ്യാസ് ഐഡിയൽ ഗ്യാസായിട്ട് പോകുന്നത്? ലോ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലും. ഇനി ഈ ഡീവിയേഷൻസ് ഐഡിയൽ ഗ്യാസിൽ അപ്പോൾ ഇവിടെ നമുക്കൊന്ന് വായിക്കാം. നൺ ഓഫ് ദ റിയൽ ഗ്യാസസ് ഒബേ ദി PV=nRT അറ്റ് ഓൾ ടെമ്പറേച്ചേഴ്സ് ആൻഡ് പ്രഷേഴ്സ്. റിയൽ ഗ്യാസസ് ഒബേ ദ ഗ്യാസ് ലോസ് ഒൺലി അറ്റ് ലോ പ്രഷേഴ്സ് ആൻഡ് ഹൈ ടെമ്പറേച്ചർ. ഓക്കെ. ഇനി ഇവിടെ ഒരു കംപ്രസിബിലിറ്റി ഫാക്ടർ, ഇവിടെ നമുക്കൊരു ഗ്രാഫ് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നമുക്ക് ആ ഗ്രാഫ് ഒന്ന് നോക്കാം. ഇതാണ് ഗ്രാഫ്. നമ്മൾ നേരത്തെ പഠിച്ചതാണ് PV അഗെയിൻസ്റ്റ് P എന്ന് പറയുന്ന ഒരു ഗ്രാഫ് വരച്ചതാണ്. നമ്മൾ ബോയിൽസ് ലോ പഠിച്ച സമയത്ത് PV അഗെയിൻസ്റ്റ് P എന്ന് പറയുന്ന ഒരു ഗ്രാഫ് വരച്ചതാണ്. അതായത് പ്രഷർ കൂടുന്തോറും PV റിമെയിൻസ് എന്താണ്? കോൺസ്റ്റൻ്റ് എന്നാണ് നമ്മൾ ആ ഇക്വേഷനകത്ത് ആ ഗ്രാഫിനകത്ത് നമ്മൾ പഠിച്ചത്. PV=a കോൺസ്റ്റൻറ്റ് നമ്മൾ പഠിച്ചു. PV= കോൺസ്റ്റൻ്റ്. അപ്പോൾ പ്രഷർ അലോങ് ദ പ്രഷർ ആക്സിസിൽ നമ്മൾ PVയെ വരച്ച് കഴിഞ്ഞപ്പോൾ PV റിമെയിൻസ് കോൺസ്റ്റൻ്റ് എന്ന് നമുക്കിവിടെ കിട്ടി. ഇത് ഐഡിയൽ ഗ്യാസാണ്. എന്താണ്? പ്രഷർ കൂടുന്തോറും PV എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ട് മാറുന്നത് ഏത് ഗ്യാസാണ്? ഐഡിയൽ ഗ്യാസാണ്. പക്ഷേ ചില ഗ്യാസസ് ഇവിടെയുണ്ട്. ഹീലിയം, ഹൈഡ്രജൻ, കാർബൺ മോണോക്സൈഡ്, മീഥെയ്ൻ, ഇവരൊക്കെ എന്താണ്? റിയൽ ഗ്യാസസ് ആണ്.
ഇവരുടെ ഗ്രാഫ് നമ്മൾ വരയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇപ്പോൾ ഹൈഡ്രജൻ്റെയും ഹീലിയത്തിൻ്റെയും പി വി അഗെയിൻസ്റ്റ് ഇപ്പോൾ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് പി വി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി എന്ത് ചെയ്തു, പി വി എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്ത് പോകുന്നതായിട്ട് മനസ്സിലായി. അതായത് ഐഡിയൽ ഗ്യാസിൻ്റെ മുകളിലാണ് അവരുടെ സ്ഥാനം, അതായത് പി വി എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്ത് പോകുന്നു. അപ്പോൾ ഇത് കാണിക്കുന്നത് എന്താണ്, ഒരു പോസിറ്റീവ് ഡീവിയേഷനാണ് അവിടെ കാണിക്കുന്നത് അല്ലേ. അതായത് ഐഡിയൽ ഗ്യാസിൻ്റെ മുകളിലായിട്ട് ഇവർ വരുന്നത് കൊണ്ട് എന്താണ്, ഒരു പോസിറ്റീവ് ഡീവിയേഷൻ അവിടെ കാണിക്കുന്നത്. ഇനി അടുത്തത് നോക്കുക, ഏതാണ്, കാർബൺ മോണോക്സൈഡിൻ്റെ CH4ൻ്റെ ഗ്രാഫ് നോക്കി. കാർബൺ മോണോക്സൈഡിൻ്റെ CH4ൻ്റെയും ഗ്രാഫ് നോക്കിക്കഴിഞ്ഞപ്പോൾ ആദ്യം പ്രഷർ കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്തു, പി വിയുടെ വാല്യൂ എന്ത് ചെയ്തു, ഡിക്രീസ് ചെയ്തു. അങ്ങനെ ഡിക്രീസ് ചെയ്തൊരു മിനിമം പോയിന്റിൽ എത്തിച്ചേർന്നു. അതിനുശേഷം പ്രഷർ കൂടുന്നതിനനുസരിച്ച് പി വിയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് ഐഡിയൽ ഗ്യാസിൽ നിന്നും പോസിറ്റീവ് ഡീവിയേഷനിലേക്ക് മുകളിലേക്ക് പോയി. അപ്പോൾ ആദ്യം നെഗറ്റീവ് ഡീവിയേഷനിൽ വന്നു, പിന്നെ എന്ത് ചെയ്തു, പോസിറ്റീവ് ഡീവിയേഷനിലേക്ക് അത് പോകുന്നതായിട്ട് കാണിച്ചു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഡീവിയേഷൻസ്, ഐഡിയൽ ഗ്യാസിൽ നിന്നും ഇങ്ങനെയുള്ള ഡീവിയേഷൻസ് കാണിക്കാൻ എന്താണ് കാരണം? ദിസ് മീൻസ് ദ റിയൽ ഗ്യാസസ് ഡീവിയേറ്റ് ഫ്രം ഐഡിയൽ ബിഹേവിയർ. ഇവിടെ അതിനു വേണ്ടി ഇവിടെ നമ്മൾ അതിനു വേണ്ടി ഒരു കംപ്രസിബിലിറ്റി ഫാക്ടർ പറയുന്നുണ്ട്. എന്താണ് കംപ്രസിബിലിറ്റി ഫാക്ടർ? ഇസഡ് എന്ന് പറയുന്ന ഒരു കംപ്രസിബിലിറ്റി ഫാക്ടർ. എന്താണ് ഇസഡ്? ഇസ് ഈക്വൽ ടു പി വി ബൈ NRT. നമ്മുടെ ആ ഇക്വേഷനിൽ നിന്ന് വരികയാണ്. ഇസഡിനെ നമ്മൾ 1 എന്ന് കൊടുക്കുകയാണെങ്കിൽ ഈ ഇക്വേഷൻ നമുക്ക് പി വി ഇസ് ഈക്വൽ ടു NRT എന്ന് വരും. അതായത് ഐഡിയൽ ഗ്യാസ് ഇക്വേഷനാണിത്. അതായത് ഐഡിയൽ ഗ്യാസ് ഒബേ ചെയ്യുന്നു. ഇനി ഇസഡിൻ്റെ വാല്യൂ വ്യത്യാസം വരുന്ന സമയത്താണ്, അതായത് 1ഓ 1ൽ കൂടുതലോ കുറയുകയൊക്കെ ചെയ്യുന്ന സമയത്താണ് ഐഡിയൽ ഗ്യാസിൽ നിന്നും റിയൽ ഗ്യാസായിട്ടത് മാറുന്നതായിട്ടത് വേരി ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഈ ഗ്രാഫിൽ നിന്നും ആ 2 തരത്തിലുള്ള ഡീവിയേഷൻസ്, പോസിറ്റീവ് ഡീവിയേഷനും നെഗറ്റീവ് ഡീവിയേഷനും അവിടെ കാണിക്കാൻ എന്താണ് കാരണം? അതിന് കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിൽ 2 തെറ്റായ അസംഷൻസ് ഉണ്ട്, പോസ്റ്റുലേറ്റ്സ് ഉണ്ട്. അതിലൊന്ന്, ദർ ഈസ് നോ അട്രാക്റ്റീവ് ഫോഴ്സസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് തമ്മിൽ അട്രാക്റ്റീവ് ഫോഴ്സസ് ഇല്ല എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് തെറ്റാണ്. ഇനി രണ്ടാമത് പറഞ്ഞിരിക്കുന്നത്, ആക്ച്വൽ വോളിയം ഓഫ് ദ പാർട്ടിക്കിൾ ഈസ് നെഗ്ലിജിബിൾ ആസ് കമ്പയർഡ് ടു ദി ടോട്ടൽ വോളിയം ഓഫ് ദ ഗ്യാസ്. ഇത് 2 അസംഷൻസിനും എന്താണ്, തെറ്റാണെന്നാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അത് തെറ്റാണെന്ന് പറയാനായിട്ട് കാരണം? ഒന്ന്, അറ്റ് ഹൈ പ്രഷർ, അപ്പോൾ ഇവിടെ ലോ പ്രഷറിലായിരുന്നു ഇവരെന്ത് ചെയ്ത്, അല്ലെങ്കിൽ ഹൈ ടെമ്പറേച്ചറിലായിരുന്നു ഇവർ വാതകം ഇങ്ങനെ എക്സ്കേപ്പ് ചെയ്ത് പോയിരുന്നത്. അതേസമയം ഹൈ പ്രഷറിൽ നമ്മൾ കൊടുക്കുമ്പോൾ, പ്രഷർ ഹൈ ആക്കി കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും, വാതകത്തിൻ്റെ വ്യാപ്തം എന്ത് ചെയ്യുന്നു, കുറയുന്നു. വാതകത്തിൻ്റെ വ്യാപ്തം കുറയുമ്പോൾ ഇൻ്റർമോളിക്കുലാർ ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ എന്ത് ചെയ്യുന്നു, കൂടുന്നു. ഇൻ്റർമോളിക്കുലാർ ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ കൂടുമ്പോൾ ഇവർ തമ്മിൽ എന്ത് ചെയ്യുന്നു, ഈ മോളിക്യൂൾസ് മൂവ് ചെയ്യാനുള്ള സാധ്യത എന്ത് ചെയ്യുന്നു, കുറയുന്നു. കാരണം അട്രാക്റ്റീവ് ഫോഴ്സ് അവിടെ കൂടുതലായതുകൊണ്ട് മോളിക്യൂൾസ് ഇങ്ങോട്ടും അങ്ങോട്ടും മൂവ് ചെയ്യാനുള്ള സാധ്യത കുറയുന്നു. അപ്പോൾ ഇതിനെ നമുക്കിത് കൂള് ചെയ്ത് പ്രഷർ കൂട്ടിക്കൊടുത്തുകൊണ്ട് ഈ ഗ്യാസസിൻ്റെ അട്രാക്റ്റീവ് ഫോഴ്സ് നമുക്ക് കൂടുതലാക്കാം. അത് എസ്കേപ്പ് ചെയ്ത് പോകുന്ന ടെൻഡൻസി കുറച്ചതുകൊണ്ട് നമുക്കതിനെ ഇങ്ങനെ കുറച്ച് കൊണ്ടുവരാം. അങ്ങനെ നമുക്ക് കുറച്ച് കൊണ്ടുവന്ന് ഈ ഗ്യാസിനെ നമ്മൾ ഇൻ്റർമോളിക്കുലർ അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുതലായിട്ടുള്ള ലിക്വിഡാക്കി നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ ഐഡിയൽ ഗ്യാസ് അങ്ങനെ അല്ല എന്നാണ് നമ്മളോട് പറഞ്ഞത്. പക്ഷേ റിയൽ ഗ്യാസിലേക്ക് കൊണ്ടുവരിക, അതായത് ഹൈ പ്രഷറും ലോ ടെമ്പറേച്ചറും കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ വാതക തന്മാത്രകൾ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് കുറച്ച് ഇവരെ നമുക്ക് എന്താക്കി മാറ്റാം, ലിക്വിഡാക്കി മാറ്റാം. അപ്പോൾ വോളിയം എന്ത് ചെയ്യും, വോളിയം ഓഫ് ദ ഗ്യാസ് മോളിക്യൂൾ നെഗ്ലിജിബിൾ എന്നാണ് പറഞ്ഞത്. പക്ഷേ അത് മാറി. ഇപ്പം നെഗ്ലിജിബിൾ എന്ന് പറഞ്ഞാൽ അവഗണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വ്യാപ്തം കുറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു മോളിക്യൂളിൻ്റെ വ്യാപ്തം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവഗണിക്കാവുന്നതല്ല. അപ്പോൾ ഇതാണ് ഒരു ഫോൾട്ടി കൺസെപ്ഷൻ.
അപ്പോൾ ആ ഒരു കൺസെപ്ഷൻ തെറ്റാണ്. ഇപ്പം നമുക്കറിയാം വാതകങ്ങളെയൊക്കെ നമ്മൾ ലിക്വിഫൈ ചെയ്തുകൊണ്ട് കണ്ടെയ്നറുകളിലൊക്കെ കൊണ്ടുപോകാൻ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ വാതകങ്ങളെയൊക്കെ ലിക്വിഫൈ കൊണ്ടുപോകാൻ കാരണം എന്തുകൊണ്ടാണ്? അവിടെ പ്രഷർ കൂട്ടിക്കൊടുത്തു, ടെമ്പറേച്ചർ കുറച്ച് കൊടുത്തു. ഹൈ പ്രഷറും ലോ ടെമ്പറേച്ചറും അവിടെ കൊടുക്കുന്നതുകൊണ്ടാണ്. ഹൈ പ്രഷറും ലോ ടെമ്പറേച്ചർ അവിടെ അപ്ലൈ ചെയ്യുന്നത് കൊണ്ടാണ് ഇതിനെ എന്താക്കി മാറ്റാൻ പറ്റുന്നത്? ലിക്വിഡ് നൈട്രജനൊക്കെ കൊണ്ടുപോകുന്ന നിങ്ങൾ ലിക്വിഡ് ഹൈഡ്രജനും ഒക്കെ കൊണ്ടുപോകുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ഐഡിയൽ ഗ്യാസ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ഇതിനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതിനെ ഡീവിയേറ്റ് ചെയ്ത് റിയൽ ഗ്യാസിലേക്ക് മാറ്റി കഴിയുമ്പോഴാണ് ഇതിനെ എന്താക്കി മാറ്റുന്നത് ലിക്വിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഈ രണ്ട് അസംഷൻസും തെറ്റാണ്. എന്തൊക്കെയാണ്? There is no attractive force between gas molecule and the particles. The actual volume of the particle is negligible compared to the entire space occupied by the gas. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അറ്റ് ഹൈ പ്രഷർ ലോ ടെമ്പറേച്ചർ ദ ആക്ച്വൽ വോളിയം occupied by the particle cannot be neglected. Moreover, high pressure and low temperature intermolecular distance is very small and hence their attraction cannot be neglected. Therefore, real gas deviate from ideal behavior at a high pressure and low temperature. ഓക്കെ, ഇനി നമുക്കിതിനകത്തിൽ പറയാനുള്ള ഒരു പോയിൻ്റ് കൂടിയുണ്ട്. അതായത് ബോയിൽ ടെമ്പറേച്ചർ. എന്താണ് ബോയിൽ ടെമ്പറേച്ചർ? ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് റിയൽ ഗ്യാസ് ബിഹേവ്സ് ലൈക്ക് ആൻ ഐഡിയൽ ഗ്യാസ്. അതായത് റിയൽ ഗ്യാസ് ഐഡിയൽ ഗ്യാസായിട്ട് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് റിയൽ ഗ്യാസ് ബിഹേവ്സ് ലൈക്ക് ആൻ ഐഡിയൽ ഗ്യാസ്. റിയൽ ഗ്യാസ് ഐഡിയൽ ഗ്യാസായിട്ട് മാറുമ്പോഴുള്ള ആ ഒരു ടെമ്പറേച്ചറിനെ നമ്മൾ പറയുന്ന പേരെന്താണ്? ബോയിൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഒരു ഇക്വേഷൻ, ഈ ഹൈ pressures molecule of the gas are come closer together and there is considerable intermolecular force of attraction, so the molecules of gas do not strike the walls of the container with the full image because they are dragged back by the other molecule present in the bulk. അപ്പോൾ അങ്ങനെ വെച്ചുകൊണ്ട് ഒരു പുതിയൊരു ഇക്വേഷൻ കണ്ടുപിടിച്ചു. അതായത് PV nRT എന്ന് പറയുന്ന ഐഡിയൽ ഗ്യാസ് ഇക്വേഷന് പകരം പുതിയൊരു ഇക്വേഷൻ വാണ്ടർവാൾ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് കണ്ടുപിടിച്ചു. എന്താണ് വാണ്ടർവാൾസ് കണ്ടുപിടിച്ച ആ ഇക്വേഷൻ എന്താണ്? P+AN²/V² ഇൻറ്റു V - NB = RT എന്ന് പറയുന്ന ഒരു അസംഷനിൽ എത്തിച്ചേർന്നു. അതായത് വോളിയമൊക്കെ എന്ത് ചെയ്യുന്നു? വ്യത്യാസപ്പെടുന്നു. അവർ പറഞ്ഞതുപോലെയല്ല, ഹൈ പ്രഷറിൽ വോളിയം occupied by the molecule is significant. അതുകൊണ്ട് തന്നെ ഹോൾ വോളിയം B എന്നുള്ള ഒരു കൺസെപ്റ്റ് അവിടെ മാറ്റി ദ വോളിയം ആർ റെസ്ട്രിക്റ്റഡ് ടു മൂവ് ത്രൂ ദി വോളിയം V - NB എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് അവിടെ കൊണ്ടുവന്നു. അങ്ങനെ ഇക്വേഷൻ എങ്ങനെ മാറി? വാണ്ടർവാൾസ് ഇക്വേഷൻ എങ്ങനെ ആയിട്ട് വന്നു? P+AN²/V² ഇൻറ്റു V - NB = RT. എന്താണ്? എയും ബിയും വാണ്ടർവാൾസ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളും കൂടിയാണ് നിങ്ങൾ അതിനകത്ത് ഈ എഴുതാത്ത പോർഷൻസും കൂടി എഴുതി ചേർക്കണം. ഈ വാണ്ടർവാൾസ് ഇക്വേഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. P+AN²/V² ഇൻറ്റു V - NB = nRT. ഇതിനകത്തിലെ ഓരോ ടേംസ് നിങ്ങൾക്കറിയാം. P എന്ന് പറയുന്ന പ്രഷർ, N എന്ന് പറയുന്ന നമ്പർ ഓഫ് മോൾസ്, V വോളിയം, പിന്നെ എയും ബിയും കോൺസ്റ്റൻസ് ആണ്. R is the universal gas constant, T is the temperature. ഇത്രയും കാര്യങ്ങളും കൂടി നിങ്ങൾ ആ നോട്ടിനകത്തിൽ ഉൾപ്പെടുത്തണം. നോട്ട് എഴുതുക, വീഡിയോ കാണുക, വീഡിയോ കണ്ടിട്ട് പേര് കമൻറ്റ് ചെയ്യണം. ഓക്കെ.